ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ഉള്ളി മീഡിയം സൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ സ്നാക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയില കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ കട്ട് ചെയ്ത് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പീസ് വെള്ളത്തിൽ മുക്കി അതിലെ വെള്ളമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം, 1 സ്പൂണ്. അതിനുശേഷം ഇത് ഫുള്ള് കവർ ചെയ്യുന്ന വിധത്തിൽ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ഇനി ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഈ ബാക്കിയുള്ള ബ്രെഡ് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം വെള്ളത്തിൽ മുക്കി പ്രസ് ചെയ്ത് നന്നായിട്ട് വെള്ളം പോക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് റൗണ്ട് ഷേപ്പ് ചെയ്ത് മുട്ടയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പം എല്ലാ വശവും ഒരുപോലെ പൊരിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കോരി മാറ്റാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ്. അതിനുശേഷം കമൻസ് അറിയിക്കുക. നമുക്ക് നോമ്പ് തുറക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.